ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് പവിത്രം സീരിയലിലെ കഥ പറയാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ പവിത്രത്തിൽ നമ്മളുടെ വേദയുടെ അച്ഛമ്മയും അമ്മയും കൂടെ തിരിച്ച് പോരുകയാണല്ലോ കാറിൽ. അവർക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നും കേട്ടോ സംഭവം. കാരണം സാധനങ്ങളൊക്കെ തിരിച്ചയച്ചു. ഇനി എന്ത് ചെയ്യും? വീട്ടിലാണെങ്കിൽ പറഞ്ഞിട്ടില്ല. വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താവും അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ കാരണം ആകെ ടെൻഷനില്ല. അപ്പോൾ പറയും, അച്ഛമ്മ പറയുകയാണ്, എനിക്ക് മനസ്സിലായി സോറി മറ്റേ വേദയുടെ അമ്മോട് പറയും, എനിക്ക് മനസ്സിലായി അവർ നമ്മൾ വിചാരിച്ച പോലെ നല്ല അന്തസ്വഭിമാനമുള്ള ആൾക്കാരാണ് എന്ന് എനിക്ക് ഇന്നത്തോടു കൂടി മനസ്സിലായി. നമ്മുടെ മോള് പിന്നെ ഒരു സാധാരണ വീട്ടിലല്ല കയറി ചെന്നുള്ള ധൈര്യമായി നമുക്ക്. നേരെ മറിച്ച് അവർ നമ്മൾ കൊണ്ടു കൊടുത്തിരുന്ന സാധനങ്ങൾ വാങ്ങുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവർ പണത്തിനും ഒക്കെ വേണ്ടി ഇരിക്കുന്നവരാണെന്ന് ഊഹിക്കാൻ പറ്റുന്നത്. ഇതിപ്പോൾ ആ മാഷ് എത്ര അന്തസ്സായിട്ടാണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ തിരിച്ചയച്ചതെന്ന് അറിയോ എന്നൊക്കെ അങ്ങനെ പറയാണ്. എന്തായാലും അത് വീട്ടിലറിയണ്ട. വീട്ടിലറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്തൊക്കെയാവും പ്രശ്നങ്ങളെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നീ ആ സാധനങ്ങൾക്ക് ആ ഷോറൂമിൽ തന്നെ വിളിച്ചിട്ട് തിരിച്ച് എടുത്തോളാൻ പറയൂ അവരോട്. പിന്നെ കാശ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നമുക്കത് കൊടുക്കാം. പിന്നെ ഒരു സർവീസ് ചാർജ് പോലെ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും, അത് കൊടുക്കാം എന്ന് പറയും. അപ്പോൾ ഇവരിങ്ങനെ ഇരുന്ന് കരയാണ് വേദയുടെ അമ്മ. നീ കരയൊന്നും വേണ്ട, മോള് നല്ല അന്തസ്സായിട്ടുള്ളൊരു വീട്ടിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ള ധൈര്യത്തോടെ ഇരുന്നോളൂ. ഇതുവരെ എനിക്കതൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ അത് മനസ്സിലായി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ശ്രീകുമാർ കൊണ്ട് കൊടുത്ത പൈസയും തിരിച്ചയച്ചപ്പോൾ അവൻ നല്ലവനാണെന്ന് മനസ്സിലായി. കാശിന് വേണ്ടിയല്ല അവളെ പിടിച്ച് വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇപ്പോൾ ഈ സാധനങ്ങളും തിരിച്ചയച്ചതുകൊണ്ട് പിന്നെ എനിക്ക് ബോധ്യമായി എന്നൊക്കെ ഇങ്ങനെ പറയും. അവരിനിപ്പോൾ വീട്ടിൽ ചെന്നാൽ എന്താവും അവസ്ഥ? എന്തായാലും വീട്ടിൽ അറിയണ്ട, ശങ്കരനാരായണനെ അറിയണ്ട എന്നറിയാനേ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് മാഷ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നതാണ് കേട്ടോ. മാഷ് ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്ത് കമല ഒരു ഗ്ലാസ് മോരും കൊണ്ട് ചിലപ്പോൾ ഇതെന്താണെന്ന് ചോദിക്കും. ഇപ്പോൾ മോരാണ് പറയും. സംഭാരം ഉണ്ടാക്കിയതാണെന്ന് പറയും. അപ്പോൾ ഞാനതിന് ചോദിച്ചില്ലല്ലോ എന്ന് പറയും. അല്ല, ശ്രീജ ഉണ്ടാക്കിയപ്പോൾ അതിന് ഞാനൊരു ഗ്ലാസ് എടുത്തതാ എന്ന് പറയും. അപ്പോൾ അത് മാഷ്ക്ക് കൊണ്ടുവന്നതാണെന്ന് പറയുമ്പോൾ, അല്ലാതെ മരുമകളുടെ മുന്നിൽ ഉത്തരം മുട്ടിപ്പോയ അച്ഛനെ തണുപ്പിക്കാനുള്ളതല്ല അല്ലേ എന്ന് വയ്ക്കുമ്പോൾ, അങ്ങനെയൊന്നും കരുതണ്ട, എന്തെങ്കിലും ശ്രീജ ഉണ്ടാക്കിയപ്പോൾ ഞാനൊരു ഗ്ലാസ് എടുത്തതെന്ന് അറിയും. അപ്പോൾ സാരല്ല, വിഷമിക്കേണ്ട എന്നൊക്കെ പറയാം. അല്ല, എനിക്ക് വളരെ ശരിയാണ്, അവൾ പറഞ്ഞത് ശരിയാണ്, എനിക്ക് കുറച്ചും കൂടി അന്തസ്സായിട്ട് അവരോട് പെരുമാറാമായിരുന്നു എന്നിങ്ങനെ പറയും. അപ്പോൾ നമ്മളാകെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവൾ സംസാരിച്ചതിന് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം എന്നൊക്കെ അവൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോൾ, അല്ല, അവൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു, അവരെ അപമാനിച്ച് വിട്ടതുപോലെ ആയില്ലേ, അവൾ വേദ പറഞ്ഞതാണ് ശരി, കുട്ടി പറഞ്ഞതാണ് ശരി എന്നിങ്ങനെ മാഷ് പറയുകയാണ്. അപ്പോൾ അതിങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ കമലയ്ക്കും ഭയങ്കര സന്തോഷമാവും. കാരണം മാഷ്ക്ക് തെറ്റ് മനസ്സിലായല്ലോ എന്നുള്ളതിൽ ഒരു സമാധാനമാവേ. അത് കഴിഞ്ഞ് നന്ദിനിയും വിനായകവും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. അതിൽ പറയും, എന്നാലും ഇവിടെയാണെങ്കിൽ ഒരു സാധനമില്ല, എന്നാൽ അഭിമാനത്തിനൊരു കുറവുമില്ല. അഭിമാനമില്ല, ദുരഭിമാനമാണിത്. എന്തുമാത്രം സാധനങ്ങളെ കൊണ്ടുവന്നതെന്നറിയാം, എല്ലാം തിരിച്ചയച്ചു എന്ന് പറയും. അപ്പോൾ വിനയം പറയും, ഞാൻ ഇവിടെ ഇല്ലാതെ പോയി അറിയാം. എന്നിട്ട് ഉണ്ടായിട്ടെന്താ കാര്യം? അച്ഛനോട് ഇപ്പോൾ പറയും. അല്ല, അച്ഛനോട് പറയുന്നില്ല, ആ സാധനങ്ങൾ വേറെ ആൾക്കാർക്ക് വിൽക്കായിരുന്നു, നമുക്ക് തിരിച്ച് വിൽക്കായിരുന്നു, അതിന് കുറേ കാശ് കിട്ടുമായിരുന്നു എന്നങ്ങനെ പറയും. എന്നൊക്കെ അപ്പോൾ അവൾ പറയും, പിന്നെ അതല്ലേ ഇതാണെന്നൊക്കെ അവളിങ്ങനെ ഇതാക്കി പറയുന്നുണ്ട് കേട്ടോ വിനായകൻ്റെ അടുത്ത്. ഇപ്പം പിന്നെ പറയും, എല്ലാം ഡിഷ് വാഷും ചെയ്യണ അത് ഒക്കെ എല്ലാം ഉണ്ടായിരുന്നു, വാഷിംഗ് മെഷീനും അതുപോലെ AC ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഞാൻ പണിയെടുത്ത് നടുവൊടിഞ്ഞു പറയുമ്പോൾ, നീ എന്ത് പണിയെടുക്കുന്നത്? ഇവിടെ എല്ലാം ശ്രീജേർത്തിയല്ലേ എടുക്കുന്നത്? ശ്രീജേർത്തി മാത്രമാണ് എടുക്കുന്നത്, ഞാനും എടുക്കുന്നുണ്ട് പണി, നിങ്ങൾ കാണാഞ്ഞിട്ട് അറിയാം. പിന്നെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടും കൂടെ തർക്കം. ഞാനെന്തായാലും തെറ്റാതെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, വർഷ ചേച്ചിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് പറയും. അതെന്തിനാന്ന് വയ്ക്കും വിനായക. പിന്നെന്താ, അവരറിയാതെയാണല്ലോ സാധനങ്ങളും കൊണ്ട് ഇങ്ങോട്ട് വന്നത്, അവരുടെ അച്ഛമ്മയും അമ്മയും കൂടെ സാധനങ്ങളും വാങ്ങി കൊണ്ട് വന്നത്, അവരറിയട്ടെ വിവരങ്ങൾ. അപ്പോൾ ഇവിടെ ഉണ്ടാക്കണ കുത്തിത്തിരിപ്പ് പോരാഞ്ഞിട്ട് അവിടെയും കൂടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് വയ്ക്കുമ്പോൾ, എന്നറിയും. പിന്നെ എന്ന് വയ്ക്കും. അങ്ങനെ അവർ തമ്മിലുള്ള സംഭാഷണമാണ് കേട്ടോ. ഈ സംഭാഷണങ്ങൾ കൂടുതലുണ്ടേ, അതുകൊണ്ട് ഞാൻ മുഴുവനായിട്ടൊന്നും പറയുന്നില്ല. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരുടെ സംസാരമൊക്കെ കഴിഞ്ഞ് പിന്നെ കാണുന്നത് വിശ്വവും ശ്രീജയും കൂടെ സംസാരിക്കണം. അപ്പോൾ പറയും, വിശ്വേട്ടൻ്റെ അഭിപ്രായം എന്താണെന്ന്, നമ്മുടെ വേദ പറഞ്ഞതിൽ എന്തെങ്കിലും ഇതുണ്ടോ, അച്ഛൻ്റെ അഭിപ്രായം തിരക്കുമ്പോൾ അച്ഛൻ്റേതായ നിലപാടെടുത്തു. വിശ്വം പറയുന്നത് അച്ഛൻ പക്ഷേ വേദ പറഞ്ഞത് കാര്യമാണ്. അച്ഛനെ അവരെ വീടിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചിരുത്തിയിട്ട് സംസാരിക്കാൻ പറ്റുന്നു, അത് ആ കുട്ടി പറഞ്ഞത് തെറ്റില്ല. പക്ഷെ
അച്ഛൻ അത് നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കുമെന്ന് ഓർത്തിട്ടാണ് ഇത്. കാരണം അവൻ കറക്റ്റ് പോയിൻ്റാണ് വിശ്വം പറയുന്നത് കേട്ടോ. അതിലറിയും എനിക്കിപ്പോൾ ഒരു കാര്യം സംശയമാണ് ഇരിക്കും. ഇനിയും നിനക്കെന്താ സംശയം നോക്കും. അല്ല, ഇത്രയും തത്വങ്ങളൊക്കെ പറയുന്ന അച്ഛൻ്റെ കാര്യം വിശ്വട്ടൻ പറഞ്ഞ് വളരെ കറക്റ്റാണ്, സംഭവം ശരി, എല്ലാം ക്ലിയർ. പക്ഷേ വിശ്വട്ടൻ മാത്രം എന്താ അതിനെക്കുറിച്ച് ആലോചിക്കാത്ത വയ്ക്കുമ്പോൾ അതെന്താ നീ അങ്ങനെ പറഞ്ഞ്. നമ്മുടെ മോളെ എൻ്റെ വീട്ടിലാണെന്നുള്ള കാര്യം വിശ്വട്ടൻ മറന്നു പോയോ? കാരണം അച്ഛൻ്റെ സമ്പാദ്യത്തിൽ ഇനി അവളും കൂടെ ഇവിടെ വളരണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്, അവളെ അവിടെ ആക്കിയിരിക്കുന്നത്. അതേലോ അതിന് നമ്മളിടയ്ക്ക് പോയി കാണുന്നില്ലേ, അതുകൊണ്ടാണോ ആ വിശ്വട്ടൻ വേണ്ടത്? വിശ്വട്ടൻ എന്തെങ്കിലും ജോലിക്ക് പോയിട്ട് മോളെ ഇവിടെ കൊടുത്ത് നിർത്താനല്ലേ നോക്കുക എന്നറിയും. അതെ, പക്ഷെ അതിനിപ്പോൾ എന്താ ഇപ്പോൾ കുഴപ്പമുണ്ട് വിശ്വട്ടോ. മോള് നമ്മളെ കൂടെയല്ലേ വളരേണ്ടത്. പിന്നെ ഇന്നിപ്പോൾ വേദയുടെ അച്ഛനും അച്ഛമ്മയ്ക്കും അമ്മയ്ക്കും അവർക്ക് എത്ര ഇതുണ്ടാവും, അവൾക്കുള്ള സാധനങ്ങളുമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവർക്ക് ആ കുട്ടിയോടുള്ള ആ കരുതലല്ലേ അവരാ കാണിച്ചത്. നമ്മുടെ മോള് എൻ്റെ വീട്ടിലല്ലേ വളർന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിൽ വിശ്വൻ ഒന്നും പറ്റുന്നില്ല. വിശ്വനിങ്ങനെ ആലോചിക്കുക, പറയും ഒന്ന് ആലോചിച്ച് നോക്ക് വിശ്വട്ടോ. വിശ്വട്ടൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിരുന്നെങ്കിൽ, അല്ല അപ്പം അച്ഛനാണ് ചെയ്യേണ്ടത്. അച്ഛൻ പാവം റിട്ടയറായി, എന്നാലും പിന്നെ ആ കാശും അതുപോലെ പെൻഷൻ കിട്ടുന്ന പൈസ മറ്റ് കൃഷി സ്ഥലങ്ങളിൽ നിന്ന് കഠിനാധ്വാനം ചെയ്തിട്ടാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. 3 ആൺമക്കളും അവരുടെ ഭാര്യമാരുമായി. അപ്പോൾ അതുകൊണ്ട് ആയില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ഒരു സഹായം ചെയ്യണ്ടേ. അപ്പോൾ അങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയും വിശ്വട്ടനൊന്ന് ആലോചിച്ച് നോക്കുക, അവർക്ക് ആ കുട്ടിയോടുള്ള താല്പര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ പ്രശ്നമൊന്നുമില്ല എങ്കിൽ അവരുടെ ആ കരുതൽ, നമ്മളെ മോളോ അവിടെയാണ് വളരുന്നത്, നമ്മൾ അങ്ങോട്ട് കാണാൻ ചെല്ലിയല്ലേ, നമ്മുടെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ വിശ്വം ആലോചിക്കുകയാണ്. വിശ്വം അങ്ങനെ തിന്നുകൊണ്ട് അയാൾ കുറേ തിന്നും, കുറേ കുടിക്കും, കുറേ എവിടെയെങ്കിലും കിടന്നുറങ്ങും, പണിക്കും പോലും ഒന്നും പോയില്ലാണ്. അങ്ങനെ ഒരു കുഴി മടിയനാണ് വിശ്വം എന്ന കഥാപാത്രത്തിൽ. അവിടുന്ന് അത് കഴിഞ്ഞ് പിന്നെ നമ്മളുടെ വേദയുടെ അച്ഛമ്മയും അമ്മയും കൂടെ വീട്ടിലെത്തുമ്പോഴേക്കും കാരണം നന്ദിനി വിളിച്ചൊക്കെ പറഞ്ഞല്ലോ, അവിടെ വിളിച്ച് പറഞ്ഞവരെല്ലാവരും കൂടെ എന്ത് പണി ഇങ്ങനെ ദേഷ്യം പിടിച്ചിട്ട് ഇരിക്കുകയാണ്. നല്ല മിണ്ടാണ്ട പോയതിൻ്റെ ദേഷ്യം അച്ഛനും ഏട്ടൻ്റെ ഭാര്യയും അനിയത്തിയൊക്കെ കൂടെ അങ്ങനെ ആകപ്പാടെ അവർ ജഗപൊകയായിട്ടിരിക്കുമ്പോൾ അവർ അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഇവർ കാറ് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു അമ്മയമ്മയും മരുമകളും ഇങ്ങനെ മുഖത്തോട്ട് മുഖം നോക്കിയിട്ട് പിന്നെ വിളിക്കുക, ഇങ്ങോട്ട് പുരുവത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ നിൽക്കുക എവിടെയെന്ന് പറയും. അതിൽ നിങ്ങളെങ്ങടെ പോയത് വയ്ക്കും. അപ്പോൾ ഞങ്ങളെങ്ങടാ പോയത്, നീ അറിഞ്ഞോ ഞങ്ങൾ പോയത് എന്ന് ചോദിക്കും അമ്മ എടുത്ത് വയ്ക്കുക. അപ്പോൾ പറയൂ എങ്ങടാ പോയത്? പറയും ഞങ്ങൾ എവിടെ പോയ കാര്യം നിനക്ക് അറിയണ്ട വയ്ക്കുമ്പോൾ, അവളെ വീട്ടിൽ പോയിട്ട് നാണം കെട്ടിട്ടല്ലേ നിങ്ങൾ വരെ, എന്നെ നാണം കെടുത്താനാണോ നിങ്ങളുടെ തീരുമാനം? ഇതാണ് നിങ്ങൾ നാണം കെട്ട് തല കുനിച്ചിട്ടല്ലേ പോകുന്നത് എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയും തല കുനിച്ച് നാണം കെട്ടിട്ട് ഞങ്ങൾ പോന്നിട്ടില്ല, ഞങ്ങൾ അന്തസ്സായിട്ടാണ് അവിടുന്ന് പോകുന്നത് എന്നറിയാം. അപ്പോൾ മറ്റേ കൊച്ചുമോള് ഓരോന്ന് വിളിച്ചു പറയും നീ എന്നെ ഭരിക്കാൻ വരണ്ട, കുറേ കാശും ചിലവാക്കേണ്ട കഥ നീ എന്നോടും പറയണ്ടെന്നങ്ങനെ വേദയുടെ അനിയത്തിയോടും തട്ടിക്കയറുകയാണ്. അപ്പോൾ അതുകൊണ്ട് നീ മിണ്ടണ്ട പറയും. വർഷ എന്തോ പറയുമ്പോൾ പിന്നെ വർഷം മിണ്ടോ, കാരണം വർഷ കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണത്. അവൾക്ക് അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കണം കുറച്ച് ആഗ്രഹം കൂടുതലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശങ്കരനാരായണൻ പറയും നീ അധികം സംസാരിക്കണ്ട, നിങ്ങൾ അമ്മ എന്ത് ചെയ്തണം, ഇപ്പോൾ നിങ്ങൾ അവിടെ പോയി നാണം കെട്ട് വന്നേണ്ടതാണ് പറയുമ്പോൾ ആര് പറഞ്ഞു പറയും. അപ്പോൾ ശ്രീകുമാറും പറയുന്നുണ്ട് നാണം കെട്ട് വന്ന കാര്യം. അപ്പോൾ പറയും നീ 10 ലക്ഷം കൊണ്ടുപോയിട്ട് ആരും അറിയാതെ അവിടെ കൊണ്ടുകൊടുത്തിട്ട് അതൊന്നും ഒരു ചില്ലി കാശ് കൊടുക്കാണ്ട് തിരിച്ചവൻ ഇങ്ങോട്ട് വന്നപ്പോൾ വിക്രം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. കാരണം വിക്രമിന് ഒരു 10 പൈസ നമ്മുടെ ആവശ്യമില്ലാന്ന് മനസ്സിലായി. ഇന്ന് ആ വീട്ടുകാരെ കുറിച്ചും എനിക്ക് അഭിമാനത്തോടു കൂടി പറയാം. അവർ ഒരു നയാ പൈസ ഈ സാധനങ്ങൾ എന്താണ് ഞങ്ങൾ കൊണ്ടു ചെന്നതെന്ന് പോലും നോക്കാണ്ട് തിരിച്ചയച്ച അവരുടെ മനസ്സുണ്ടല്ലോ, അവരും പിന്നെ അന്തസ്സുള്ളവരാണ്. അവരൊക്കെ അന്തസ്സും അഭിമാനമുള്ള ആളുകൾ തന്നെയാണ് അവർ. എൻ്റെ മോള് പിന്നെ അവിടെ സമാധാനമായിട്ട് ജീവിക്കുന്നത് എനിക്ക് ഉറപ്പാണെന്ന് ഇങ്ങനെ അച്ചമ്മ പറയും. അപ്പോൾ അറിയോ അമ്മ അങ്ങോട്ട് തീരുമാനിച്ചോ അവർ ഏതാൾക്കാരെന്നൊക്കെ എനിക്കറിയാമെന്ന് പറയുമ്പോൾ ഒരിക്കലും ഇല്ല ശങ്കര, നമ്മളെ കുട്ടിയെ നല്ല അന്തസ്സായിട്ടുള്ളൊരു വീട്ടിലേക്ക് തന്നെ പോയണതെന്ന് തന്നെ ആലോചിക്കാം എന്നൊക്കെ പറയും. കാരണം ഇല്ല എന്നെ നാണം കെടുത്തിയതാണ് അവൾ, നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയത്, ഇതാണെന്നൊക്കെ പറഞ്ഞാൽ അയാളിങ്ങനെ ഉറഞ്ഞതുള്ള ജഡ്ജ്. അതിന് നല്ല മറുപടി നമ്മൾ അച്ചമ്മ കൊടുക്കണമുണ്ട് കേട്ടോ, തിരിച്ച് നല്ല മറുപടി കൊടുക്കണമുണ്ട്. പിന്നെ അപ്പോൾ പറയും പിന്നെ നിങ്ങൾ നാണം കെട്ട് വന്നതിൻ്റെ കഥ പറയുമ്പോൾ വേദയുടെ അമ്മ നല്ല മറുപടി കൊടുക്കുക. ഞാൻ പറഞ്ഞു ഒരിക്കലും അല്ല, എനിക്കിപ്പോൾ സമാധാനം, എൻ്റെ മോളെ കാണുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എപ്പോൾ പോയി അവിടെ പോയി കാണാം, അതിന് അവരൊരു തടസ്സവും പറയില്ല. കാരണം അവരൊരു 10 പൈസ ആഗ്രഹിക്കാത്ത ആൾക്കാരാണെന്ന് ഇന്ന് എനിക്ക് മനസ്സിലായി. ആ സാധനങ്ങളെല്ലാം അവർ തിരിച്ചയച്ചപ്പോൾ കുറച്ച് വിഷമം തോന്നി. അമ്മ വിവരങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് കാര്യങ്ങൾ മനസ്സിലായത് എന്നിങ്ങനെ അവരും പറയും. അതുകൊണ്ട് നിങ്ങൾ ആരും
എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ എൻ്റെ മോളെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളെ പോയി കാണുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ട് അവരും അങ്ങനെ വാ അമ്മേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അകത്തേക്ക് കയറി പോവുക. പിന്നെ ഇവർ ആർക്കും ഒന്നും പറയാൻ മിണ്ടാൻ നിവർത്തില്ല. കാരണം അവരുടെ അടുത്ത് നിന്ന് സദ്യയെന്നോ മറ്റാണ് തോന്നുന്നത് അവരുടെ പേര് വരുന്നത്. പറഞ്ഞ് അങ്ങനെ ഒന്നും തിരിച്ച് പറയാൻ നിവർത്തില്ല, അതങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ശങ്കരൻ പറയുകയാണ് പിന്നെ അവർ നാണം കെട്ടിട്ട് നമ്മളെ മുന്നിൽ എങ്ങനെയാണ് ഇതാക്കുക എന്നുള്ളതും കൊണ്ട് അവർ ഇങ്ങനെ ഓരോന്ന് പറയുക. അവന് എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം, നമ്മൾ തീരുമാനിച്ച പോലെ തന്നെ ഞാൻ അവനെ പൂട്ടും എന്നങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ബാറിൽ ഇരിക്കുകയാണ്. ഇവൻ ഉണ്ട് വിക്രമത്തിൻ്റെ കൂടെ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഉണ്ട്. പക്ഷേ വിക്രം അവൻ കുടിക്കാത്ത ആളാണ്. അപ്പം വെറുതെ സോഡയും മിക്സ്ചറും തിന്നാനാണ് വരുന്നതെന്ന് അവർ പറയുന്നുണ്ട്. സോഡയും മിക്സ്ചറും തിന്നാൻ വേണ്ടി വരുന്നതാണ്. ഒന്ന് കുടിച്ച് നോക്ക്, നിൻ്റെ മനസ്സിലെ വിഷമമൊക്കെ പോട്ടെ എന്നിങ്ങനെ പറയുമ്പോൾ വേറെ ഒരാൾ പറഞ്ഞു വേണ്ട വിക്രം, മനസ്സിലെ വിഷമം പോകാൻ കൊണ്ട് കുടിച്ചാൽ പിന്നെ ഈ കുടി എങ്ങനെ നിർത്താമെന്ന് ആലോചിച്ചിട്ടാവും പിന്നെയും കുടിക്കുക, അങ്ങോട്ട് കുടിക്കണ്ട എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ വേദന നീ എന്നാൽ ആ സാധനങ്ങളൊക്കെ വാങ്ങി വെക്കാഞ്ഞത് മോശമായി പോയി എന്നറിയാം അല്ലെ ആ ചെറിയ മനുഷ്യൻ പറയും. അപ്പോൾ പറയും അതെന്തിനാ അത് അവന് അതിൻ്റെ ആവശ്യമില്ലാഞ്ഞിട്ടല്ലേ അങ്ങനെ അവരങ്ങനെ അതിനെ പറ്റിയുള്ള സംഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ രാധയുടെ അച്ഛൻ ഫുൾ ഫിറ്റായിട്ട് വന്നിട്ട് വിക്രത്തിനോട് പറയടാ ദുഷ്ടാ, നീ കാരണം എൻ്റെ മോൾക്ക് ജർമ്മനിക്ക് പോകാനൊരു അവസരം വന്നിട്ട് അവളെ കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് അത് നീ കാരണമാണ്, നീ അവളെ വെറുതെ കൊണ്ട് നടക്കുകയാണ്, ഇതാണ്. അപ്പോൾ ഇയാൾ വിക്രം പറയും വെറുതെ വേണ്ടാത്ത പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ചീത്ത പറയൂടാ ഞാൻ പറയൂന്നറിയും, ഇത് നിങ്ങൾ എൻ്റെ അടുത്ത് മേടിക്കും എന്നിങ്ങനെ വിക്രം പറയുമ്പോൾ നീ എന്നെ തല്ലല്ലേ, ഞാൻ ഇന്ന് നിന്നെ തല്ല, എൻ്റെ കൈ തരിച്ചിട്ട് വയ്യ, നമുക്ക് എൻ്റെ കയ്യിൽ നിന്നാണ് കിട്ടുക എന്നിട്ട് ഇവനെ വിക്രമിൻ്റെ കഴുത്തിന് ഇങ്ങനെ ഷർട്ടിന് കുത്തിപ്പിടിച്ച് നീപ്പിക്കുക. അതിൽ വിടണോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തട്ടുക. അതിൽ എല്ലാവരും കൂടി പിടിക്കുന്ന സമയത്ത് പറയടാ ദുഷ്ടാ, നീ അവളെ ഇങ്ങനെ ഇതാക്കേണ്ടിയിരുന്നില്ല, അവൾക്ക് നല്ലൊരു ആലോചന വന്നതായിരുന്നു ജർമ്മനിക്ക് പോയി, അവൾക്കത് വേണ്ടത്രേ, നിന്നെ മതി ഇത്രേ, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് പറഞ്ഞാൽ ഫുൾ ഫിറ്റില്ല. അപ്പോൾ എല്ലാവരും നോക്കുക, ബാറിൽ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ടാവും. അതിൽ പറയും നീ കാരണമാണ് എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നിടാ, നിനക്ക് ഒരിക്കലും ഗുണം പിടിക്കില്ല എന്നൊക്കെ പറയുക. അതിലങ്ങനെ അവിടുന്ന് എല്ലാവരും കൂടി വിക്രമെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പറയും വെറുതെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നടക്കണം എന്നിട്ട് അപ്പോഴേക്കും മറ്റുള്ള കൂടെയുള്ള ആൾക്കാരൊക്കെ അവനെ കൊണ്ടുപോകും. ദുഷ്ടാ നിനക്കൊരു ഗതിയും ഇല്ലടാ, ഇങ്ങനെയാണ് കടന്ന് ശപിക്കുകയാണ് കറുത്തിട്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്കും കാണാൻ 2-3 ഗുണ്ടകളെ പോലെ തോന്നുന്ന 2-3 ആൾക്കാർ പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നത് കാണാം. അവർക്കൊരു കിട്ടിയ ചാൻസാണ് തോന്നുന്നു ഇയാളെ ഒന്ന് വട്ടം പിടിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ കമല ഇരുന്നിട്ട് ഇങ്ങനെ മുരിങ്ങയില നേരാക്കുകയാണ്. അപ്പോൾ വേദം അവിടെ അങ്ങനെ പോയി നിൽക്കും. അപ്പോൾ എന്താ കൂടുന്നോ എന്ന് ചോദിക്കും വേദോട്. അപ്പോൾ വേദം അങ്ങനെ നോക്കിയിട്ട് അമ്മ ഞാൻ നേരാക്കാം. അമ്മ പറയും വേണ്ട മോളെ ഞാൻ വെറുതെ പറഞ്ഞത് അറിയും. അപ്പോൾ അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ട് വയ്ക്കും. എന്തിന് നോക്കി, അല്ല ഞാൻ അച്ഛനോട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് അമ്മയ്ക്ക് എന്നോട് ദേഷ്യം ഉണ്ട് വയ്ക്കുമ്പോൾ ഒരിക്കലുമില്ല മോള് പറഞ്ഞാൽ ശരിയെന്ന് അച്ഛൻ പോലും ഇതാക്കിയല്ലോ, അല്ല അമ്മ ഞാൻ വേണമെങ്കിൽ അച്ഛനോട് പോയി മാപ്പ് പറയാറ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ പറയും വിക്രമനെ നമുക്ക് മാറ്റിയെടുക്കാമേ, ഞാൻ മാറ്റിയെടുക്കും ഇപ്പോൾ വിക്രം താമസിക്കുന്ന ആ ചായ്പ് പോലെ തന്നെയാണ് വിക്രമിൻ്റെ മനസ്സും, എല്ലാ ജനലും അതിലും അടച്ചു മൂടി ഒരു വൃത്തികേടായി കിടക്കണം, അത് എങ്ങനെയെങ്കിലും തുറന്ന് എന്താണത് സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലാക്കണം, ഞാനതുകൊണ്ട് അമ്മയ്ക്ക് ഞാൻ വാക്ക് തരാം, ഞാൻ വിക്രമിനെ മാറ്റിയെടുത്തിട്ട് ഞാൻ പഴയ വിക്രമാക്കും, അച്ഛമ്മയുടെ മുന്നിൽ അങ്ങനെ ആക്കി ഞാൻ നിർത്തും എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ കമല ഇങ്ങനെ കണ്ണൊക്കെ നിറഞ്ഞ് നോക്കുക, കാരണം കമലയ്ക്ക് ഇഷ്ടമാണ് മകളെ, ആ കുട്ടീനെ കമലയ്ക്ക് ഇഷ്ടമാണ്. അത് അച്ഛമ്മ പറയുന്നുണ്ട്, അവരുടെ മനസ്സിൽ അവളുണ്ട്, മോളുണ്ട്, അതുപോലെ എല്ലാവരുടെ മനസ്സിൽ അവൾ പതുക്കെ കയറിക്കോളും ഇങ്ങനെ അച്ഛമ്മ പറയുന്നുണ്ട്. അതുപോലെ കമല ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ പറയാം ഒന്നുകൊണ്ട് വിഷമിക്കണം, ഇത് ഞാൻ തരുന്ന വാക്കാണ്, വിക്രമിനെ ഞാൻ മാറ്റിയെടുത്ത് പഴയ വിക്രമാക്കിയിട്ട് അമ്മയുടെ മുന്നിൽ കൊടുത്ത് നിർത്തും. പക്ഷെ അതിന് മുന്നേ എന്താണ് വിക്രമിന് പറ്റിയത് എന്ന് എനിക്കറിയണം, അതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇന്നത്തെ നമ്മുടെ പവിത്രം സീരിയൽ നിൽക്കുന്നത് കേട്ടോ. ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ നല്ല രസമുള്ള ഇതിനാണ്, അതിൻ്റെ പ്രൊമോയിലും നല്ല രസമായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് ആരും മിസ് ചെയ്യണ്ട. പവിത്രം നല്ലൊരു സീരിയലാണ്, എല്ലാവരും കാണണം. അതുപോലെ എൻ്റെ ഈ ചാനൽ എല്ലാവരും കണ്ട് ഇതിൽ പുതിയ വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തിയിട്ട് പിന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ വേണം കേട്ടോ. താങ്ക് യു.